എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഡിസംബർ 15-ാം തീയതിയിലെ PSC ബുള്ളറ്റിൽ നിന്നുമുള്ള ആനുകാലികമാണ്. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കറിന് 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കറിന്. P. ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന 3ാമത് PG സംസ്കൃത പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ് P. ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന 3ാമത് PG സംസ്കൃത പുരസ്കാരം. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയായി R. വൈശാലി. R. പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ R. വൈശാലിയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത. ഓഥൻറ്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായി US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തു. ഓഥൻറ്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായി US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തു. മലയാളി ശാസ്ത്രജ്ഞയായ VR ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ചു. മലയാളി ശാസ്ത്രജ്ഞയായ VR ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ചു. ലതാ മങ്കേഷ്കർ പുരസ്കാരം പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർക്ക്. ലതാ മങ്കേഷ്കർ പുരസ്കാരം പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർക്ക്. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്കാണ് കിരീടം. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫാണ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത്. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത്. ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലയണൽ മെസ്സിക്കാണ് ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു. നെതർലൻഡ് ആസ്ഥാനമായിട്ടുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും കൊൽക്കത്തയ്ക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായി 3ാം തവണയും കൊൽക്കത്തയ്ക്ക് ലഭിച്ചു. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നൈജീരിയൻ താരം വിക്ടർ ഒസിംഹനാണ് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച നൈജീരിയൻ താരം. നൈജീരിയയുടെ തന്നെ അസിസാറ്റ് ഒഷോലയാണ് മികച്ച വനിതാ താരം. നൈജീരിയയുടെ അസിസാറ്റ് ഒഷോലയ്ക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച അത്ലറ്റുകളായി പുരുഷ വിഭാഗത്തിൽ US താരം നോഹ ലൈൽസിനെയും വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത്ത കിപ്യേഗനെയും തിരഞ്ഞെടുത്തു. 2023 മികച്ച അത്ലറ്റുകളായി പുരുഷ വിഭാഗത്തിൽ US താരം നോഹ ലൈൽസിനെയും വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത്ത കിപ്യേഗനെയും തിരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരം വേദിയാകും. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരമാണ് വേദിയാകുന്നത്.
കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ കേരളത്തിന് 1-ാം സ്ഥാനം. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ കേരളത്തിനാണ് 1-ാം സ്ഥാനം. സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശീയയായ മീര ചന്ദിന് ലഭിച്ചു. സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശീയയായ മീര ചന്ദിനാണ് ലഭിച്ചത്. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി പേഴ്സൺ ഓഫ് ദി ഇയർ ആയി അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു. അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റാണ് ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. ടൈലർ സ്വിഫ്റ്റ്. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് 32-ാം റാങ്ക്. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് 32-ാം റാങ്കാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലെയന് ആണ് 1-ാം റാങ്ക്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലെയനാണ് 1-ാം റാങ്ക്. ഇന്ത്യയിൽ നിന്ന് റോഷ്നി നാഡാർ മൽഹോത്ര, HCL കോർപ്പറേഷൻ CEO, സോമ മോണ്ടാൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ, ബയോകോൺ സ്ഥാപക എന്നീ ഇന്ത്യക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ത്യയിൽ നിന്ന് റോഷ്നി നാഡാർ മൽഹോത്ര, സോമ മോണ്ടാൽ, കിരൺ മജുംദാർ ഷാ എന്നീ ഇന്ത്യക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു. യൂണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി S. ഉമ തിരഞ്ഞെടുക്കപ്പെട്ടു. യൂണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി S. ഉമ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്ന ഡോക്ടർ M. കുഞ്ഞാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്ന ഡോക്ടർ M. കുഞ്ഞാമൻ അന്തരിച്ചു. KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ MA 1-ാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ്. KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ 1-ാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ് അന്തരിച്ച M. കുഞ്ഞാമൻ. CPI സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ കാനം രാജേന്ദ്രൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ കാനം രാജേന്ദ്രൻ അന്തരിച്ചു. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒക്കോണർ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒക്കോണർ അന്തരിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായിരുന്ന R. സുബ്ബലക്ഷ്മി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായിരുന്ന R. സുബ്ബലക്ഷ്മി അന്തരിച്ചു. US-ലെ ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ഹെൻറി കിസിഞ്ജർ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. US-ലെ ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ഹെൻറി കിസിഞ്ജർ അന്തരിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ P. സിറിയക് ജോൺ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ P. സിറിയക് ജോൺ അന്തരിച്ചു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ P.A. രാമചന്ദ്രൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ P.A. രാമചന്ദ്രൻ അന്തരിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു.
ഇത്രയുമാണ് ഡിസംബർ 15 തീയതിയിലെ PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.